ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഇലഞ്ഞി മരവും ആ മരത്തിന് താഴെ ഭദ്രകാളിയുടെ സാന്നിധ്യവും കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ആൾത്തൂക്കവും 1000 തിരിയോട്ടവും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും മലയാള മാസം കുംഭത്തിലാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചടങ്ങുകളാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് കുംഭഭരണി മഹോത്സവം. കുംഭഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ് ആൾത്തൂക്കവും അതുപോലെ തന്നെ 1000 തിരിയോട്ടവും. നിങ്ങൾ ഈ കാണുന്നതിൽ വ്രതമെടുത്തിട്ടുള്ള ഒരാളെ ഇതിൽ തൂക്കിക്കിടത്തും. എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ഇത് പൊക്കിയെടുത്ത് പ്രദർശനം ചെയ്യാറുണ്ട്. ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങ് തന്നെയാണ് ആൾത്തൂക്കം എന്ന് പറയുന്നത്. ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ പല ദേശങ്ങളിൽ നിന്നായി ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഉച്ചയോട് കൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കാറുള്ളത്. അത്യാവശ്യം ആളുകളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യമേ നടക്കാനുള്ളത് 1000 തിരിയോട്ടമാണ്. അപ്പോൾ ഈ കാണുന്ന ഒഴിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെയാണ് 1000 തിരിയോട്ടം എന്ന ചടങ്ങ് നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് അമ്പലമണി മുഴങ്ങുന്നത് കേൾക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കോട്ടുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായിട്ടുള്ള 1000 തിരിയോട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 പ്രദക്ഷിണോളം ഇങ്ങനെ വെക്കാറുണ്ട്. ഭദ്രകാളി ദേവിയെ ആവാഹിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഈ ഒരു പ്രധാന ചടങ്ങിനെയാണ് 1000 തിരിയോട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കാറുള്ള പേര് കേട്ടിട്ടുള്ള മറ്റൊരു ചടങ്ങാണ് ആൾത്തൂക്കം. വ്രതമെടുത്തിട്ടുള്ള ഒരു ഭക്തനെ ഇതിൻ്റെ അറ്റത്ത് വെച്ച് കയറുകൊണ്ടും ഇരുമ്പായുധം കൊണ്ടൊക്കെ ബന്ധിപ്പിച്ച് നിർത്തും. എന്നിട്ടിത് വ്രതമെടുത്തിട്ടുള്ള ആളുകൾ തന്നെ ഉയർത്തി ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ പ്രദക്ഷിണം വയ്ക്കും. 1000 തിരി പൂജയ്ക്കും 1000 തിരി ഓട്ടത്തിന് ശേഷമാണ് ഇവിടെ ആൾത്തൂക്കം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് കാണാം. തുടർച്ചയായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൂങ്ങാനുള്ള ചേട്ടൻ തന്നെയാണ് ഇത്തവണയും തൂങ്ങുന്നത്. തൂക്കം തുടങ്ങാറായപ്പോൾ തന്നെ ആൾത്തിരക്കിൻ്റെ വലിയൊരു ബഹളമായിട്ടുണ്ട്. തൂക്കം ഇവിടെ സംഭവ്യമാവുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഹൃദയ നാരായണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഹൃദയത്തിൽ നമുക്കെല്ലാം ഒരുക്കി സുമേഷ് കാറ്റത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഹൃദയ നാരായണ തൂക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതാ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ തൂക്കം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ വളരെ ഭക്തിശാന്തരവരുടെ അന്തരീക്ഷത്തിൽ
വളരെ നിർവാജ്യമായ നിമിഷങ്ങൾ. അത് എങ്ങനെ വർണ്ണിക്കണം എന്ന് പറയുവാൻ വാക്കുകളില്ല. അതുപോലെ അമൂല്യമായ നിമിഷങ്ങളാണ്. ഇങ്ങനെ 3 പ്രദക്ഷിണം കഴിഞ്ഞ് ആ തൂക്കത്തിന് അമ്പലനടയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള പിള്ളതൂക്കം എന്ന ചടങ്ങ് നടക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രി നാരായണ. ആൾത്തൂക്ക ചടങ്ങ് കാണുവാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഭക്തർ അവരുടെ കുട്ടിയെ വ്രതമെടുപ്പിച്ചിട്ട് ഇതുപോലെ പിള്ളതൂക്കത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൾത്തൂക്കത്തിൻ്റെ അടുത്ത സെൻറ്ററിൽ നിൽക്കുന്ന ആ ചേട്ടൻ്റെ അടുത്തായിട്ട് ഒരു 3 കൊലയോളം പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഈ പ്രദക്ഷിണ സമയത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്രണ്ടിലെ നടയിൽ നിന്ന് ഒരു പ്രദക്ഷിണം കൂടി ചെയ്യാൻ പോവാണ്. അങ്ങനെ ആകെ 3 പ്രദക്ഷിണം കഴിഞ്ഞ് ആൾത്തൂക്കം അവിടെ ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ആ ആളിനെ ഇറക്കുന്നതും. അതുപോലെ തന്നെ കോട്ടുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് വഴി സൈഡ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് ഫ്രണ്ടിലുള്ള റോഡുകളെല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറയാറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും